Hello my dear beautiful souls, welcome back to our channel Healing Angels Sublime Tarot Malayalam. നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോണ റീഡിങ് എന്നും നമ്മൾ എനർജീസ് ആണ് നോക്കാറ്, അതായത് ഫീലിങ്സ്, തോട്ട്സ്, സിറ്റുവേഷൻസ് ആണ് നോക്കാൻ പോണത്. പക്ഷെ ഇന്ന് നമുക്കൊരു ഡിഫറൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ എനർജീസ് അല്ല നോക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് എനർജി എന്താണ്, അതേപോലെ തന്നെ കറണ്ട് എനർജി എന്താണ്, ഫ്യൂച്ചർ എനർജി എന്താണ്, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ റീഡിങ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ടൈം തൊട്ട് നിങ്ങൾക്ക് റിസണേറ്റ് ആവുണ്ടാവും. ഞാൻ എന്നും പറയാറുണ്ട്, ഇതിൻ്റെ ഒരു എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, അതേപോലെ തന്നെ എൻ്റെ ഇന്നർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നെഗറ്റീവ് തോട്ട്സിനെ എല്ലാവരും വിട്ടുകളയുക. സോ ഇന്നലെ അമാവാസിയായിരുന്നു. അപ്പോൾ ബ്രേക്കപ്പിൽ നിൽക്കുന്നവർ, അതേപോലെ തന്നെ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും എനർജി വോയിസ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ റീഡിങ് എടുക്കാം. ആദ്യം നമുക്ക് നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ വ്യൂവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് ത്രീ കാർഡ്സ് വെച്ചെടുക്കുക നമുക്ക്, അല്ലെങ്കിൽ ഒരു 4 എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങും എത്തത്തില്ല. പാസ്റ്റ് റിലേഷൻഷിപ്പ് നോക്കുവാണെങ്കിൽ ഈ കാർഡ്സ് എല്ലാം എടുക്കണോ? വേണ്ട, നമുക്ക് കാർഡ്സ് തിരിച്ചു പോയി, കാരണം അത് കാർഡ്സ് കൂടുതലുണ്ട്. ഐ ഹോപ്സ് എല്ലാവർക്കും കാർഡ്സ് എല്ലാം കാണാമെന്ന്. പാസ്റ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, അതായത് നമ്മൾ 4 കാർഡ്സ് വെച്ച് എടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ കാർഡ്സ് വീണതെല്ലാം കൂടുതലാണ്. സോ വീണ കാർഡ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പാസ്റ്റ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു എന്താ പറയുക, ഹൈലി ഭയങ്കരമായിട്ടൊരു സോൾ കണക്ഷനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മീൻസ് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കണക്ഷൻ. ഓക്കെ, അതായത് ഫസ്റ്റ് നമുക്ക് ഹൈ പ്രീസ്റ്റസിന്റെ കാർഡാണ് വന്നേക്കുന്നത്. ഹൈ പ്രീസ്റ്റസിന്റെ കാർഡ് വരുമ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നിങ്ങളുടെ ആ ഒരു കണക്ഷൻ അത്രയും പ്രൊട്ടക്റ്റഡ് ആണെന്ന്. അതേപോലെ തന്നെ നമുക്കറിയാം ഇത് ഒരു ഡിവൈൻ ഫെമിനൻ എനർജി. മീൻസ് നിങ്ങൾക്ക് ഈ ഒരു പാസ്റ്റിൽ, അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് നല്ല രീതിക്ക് ഒരു ഡിവൈൻലി പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ നല്ല രീതിക്ക് ഒരു ഇന്ന നോളജ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ റീഡിങ് കാണലിൽ പലരും ടാരോ കാർഡ് റീഡേഴ്സോ അല്ലെങ്കിൽ റീഡിങ് പഠിക്കുന്ന കുട്ടികളോ ആരെങ്കിലൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കണില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഇന്നർ തോട്ട്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ഡീപ്ലി ഭയങ്കര ഡിവൈൻ പ്രൊട്ടക്ഷനുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ. ഭയങ്കര ഹയർ സെൽഫാണ്. മീൻസ് നമ്മൾ പറയും, ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, അത്രയും ഡിവൈനായിട്ട് കണക്ട് ചെയ്തേക്കുന്ന കണക്ഷനാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ഭയങ്കര കാമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടുണ്ടാവാം. എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് മീൻസ് ഒരുപാട് കമ്മ്യൂണിറ്റി സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടുണ്ടാവും നിങ്ങളുടെ. അതായത് ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ആയിരിക്കാം, അതിനുശേഷമായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് മാറിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നില്ലെങ്കിൽ ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം. ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. ചിലർ കല്യാണ ശേഷമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക. എഗെയിൻ ക്വീൻ ഓഫ് കപ്സിന്റെ എനർജി കാണിക്കേണ്ടത് നമുക്കറിയാം, ഇവിടെ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. സോ ഭയങ്കര ഓവർഫ്ലോയിങ് ഓഫ് ലവ് നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ഡീപ്പ് ഫീലിംഗ് ആണ്. മീൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സോൾ ടു സോൾ കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, മീൻസ് ഫസ്റ്റ് ടൈം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം, ഞാൻ ഈ ഒരു വ്യക്തിയെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, ഇതിനു മുമ്പ് എനിക്ക് ഇയാളെ അറിയാലോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പരസ്പരം ഭയങ്കര മീൻസ് സെന്റിമെന്റൽ ആ ഒരു ഫീലിങ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ് നിങ്ങളിൽ ഒരു പേഴ്സണ്. അതിൽ വേറൊരു പേഴ്സൺ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കര സ്പിരിച്വൽ ആണ്, ആൾ ഭയങ്കര ഇൻഡ്യൂട്ടീവ് ആണ്. ആൾക്കറിയാം, നിങ്ങൾ കണ്ട അതേ സമയത്ത് തന്നെ ആൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഈ ഒരു കണക്ഷനിലേക്ക് വന്നേക്കണെന്ന്. ഇതിനകത്ത് നിൽക്കുന്ന പേഴ്സൺ, അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ട്ണർ ഭയങ്കര ലവിങ് ആണ്, കെയറിങ് ആണ്, മദർലി നേച്ചർ ഉള്ള ഒരാളാണ്. എഗെയിൻ 9 ഓഫ് വാൻസിന്റെ എനർജി കാണിക്കുന്നുണ്ട്. സോ ഇതിനകത്ത് നല്ല രീതി മീൻസ് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ടെസ്റ്റഡ് ആണ്. പാസ്റ്റിൽ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ഇത് നിങ്ങൾക്ക്
എന്താ പറയാ, നിങ്ങളുടെ ഫെയ്ത്ത് ആണ് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ കയ്യിലേക്ക് വരാന്നുള്ളത്. അതേപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വ്യക്തി നല്ല രീതിക്ക് ബൗണ്ടറീസ് വെക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഭയങ്കര ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, പക്ഷെ ആള് ഹോൾ ബാക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഒരാൾ നല്ല രീതിക്ക് ഹോൾ ബാക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങളുടെ കണക്ഷനിൽ ഒരു എന്താ പറയാ, എന്തൊക്കെയോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കണക്ഷനിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇഷ്യൂസ് കൊണ്ട് തന്നെ നിങ്ങളുടെ കണക്ഷനിൽ എന്താ പറയുക ഒരു അൺകമ്മിറ്റ്മെന്റ് തോന്നിയിട്ടുണ്ട്. മീൻസ് ഇതിനകത്ത് ഒരാൾക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നല്ല രീതിക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മീൻസ് ആൾക്കൊരു ഫിയർ ഉണ്ട് ഈ ഒരു കണക്ഷനിൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു വ്യക്തി നേരത്തെ ഉണ്ടായ റിലേഷൻഷിപ്പിൽ എന്താ പറയുക ആൾക്കിതൊരു കർമ്മയാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടാന്നുള്ളത്. സോ ഈ ഒരു പേഴ്സൺ നേരത്തെ ഉണ്ടായ റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്നും ലേൺ ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊരു പാറ്റേൺ ആയിട്ട് എഗെയിൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. സോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടുണ്ടാവാം. ഇതിനകത്ത് ഒരാൾ ഹൈലി എന്താ പറയുക ഒരു ഡിവൈൻ ഫെമിനൻ എനർജിയാണ്. എഗെയിൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ഈ പറഞ്ഞ പോലെ നല്ല ഇമോഷണലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നല്ല രീതിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന കണക്ഷനാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണക്ഷനിൽ ഒരു ബ്രേക്ക് ത്രോ പാസ്റ്റ് ലൈഫിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്? ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുത്തേക്കുന്നത് റീഡിങ്സ് എടുക്കാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ എൻ്റെ നോസ് പിൻ കൊള്ളാം, എൻ്റെ ഹെയർ കൊള്ളാം, എൻ്റെ സ്കിന്ന് കൊള്ളാം എന്നൊന്നും പറഞ്ഞിട്ട് ആരും എനിക്ക് മെസ്സേജ് അയക്കണം എന്നില്ല. ഇതൊക്കെ കൊള്ളാമെന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. ഞാനിവിടെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ റീഡിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം ചോദിച്ച് മെസ്സേജ് അയക്കാം. ഞാൻ പറഞ്ഞവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അല്ലാതെ ഒരാൾ പോലും മെസ്സേജ് അയക്കണം എന്നില്ല. ആവശ്യത്തിന് മെസ്സേജ് അയക്കാൻ എനിക്ക് ഹസ്ബൻഡും ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ ബ്രദേഴ്സും ഉണ്ട്, ഫാദറും മദറും എല്ലാവരും ഉണ്ട്. ഓക്കെ, പിന്നെ ബുക്സിന്റെ കാര്യം ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. നമ്മുടെ കവർ പേജ് റിലീസ് ഈ മന്ത് ലാസ്റ്റ് ഹാപ്പി സൺഡേയിൽ 30-ാം തീയതിയാണ്. അതിനുശേഷം പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. കറന്റ് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാർമിക് സൈക്കിളാണ്. കാരണം ഫസ്റ്റ് കാർഡ് വന്നെങ്കിൽ ദ സ്റ്റാർ കാർഡാണ്. ഓക്കെ, അതായത് ഇതൊരു പർപ്പസ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാമെന്നുള്ളത് ഡിവൈൻ ആയിട്ട് തീരുമാനിച്ച് വെച്ചൊരു കാര്യമാണ്. കാരണം സ്റ്റാർ കാർഡിന് നേരെ ഇപ്പോഴത്തെ വന്നേക്കുന്നത് 4 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. ഈ ഒരു കണക്ഷനിൽ ഹോപ്പ് ഉണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇതിനകത്തൊരു റിന്യൂവൽ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മീൻസ് നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ ഫെയ്ത്ത് ആണ് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ കയ്യിൽ വരാന്നുള്ളത്. ഇവിടെ കുറെ പേരൊക്കെ ഇപ്പൊ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ കുറെ പേരൊക്കെ ഇപ്പൊ ടാർഗറ്റ് കാർഡ് കാണുന്നത് തന്നെ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആയതിനു ശേഷമായിരിക്കാം. ചിലർ ഡെയിലി ഇത് കാണുന്നവരുണ്ടാവാം. ചിലർക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കുറച്ച് സമാധാനമൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇത് കാണാന്നുള്ളതും ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താന്നുള്ളതും ഡിവൈൻലി നിങ്ങൾക്ക് തന്നെ ഓരോ എന്താ പറയാ, ചിലർക്ക് ഇൻഡ്യൂഷൻ ഗൈഡ് ചെയ്യില്ല. ഇതേപോലെ ആയിരിക്കും സയൻസ് കൊടുക്കണ്ടാവുക. ഓക്കെ, ഇവിടെ നല്ല രീതിക്ക് ഒരു ഹീലിംഗ് പർപ്പസ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സൈഡിലാണ് ഹീലിംഗ് ആവശ്യം. സോ നിങ്ങൾ ഹീൽ ചെയ്യുക. നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഹീൽ ചെയ്യുക, ഏത് രീതിയിൽ എന്നൊക്കെ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹോപ്പ് കാണാൻ പറ്റുന്നുണ്ട്. മീൻസ് നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് ഈ ഒരു കണക്ഷൻ എൻഡ് അല്ല, ഇത് ഇനിയും നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം എന്നൊരു പ്രാർത്ഥനയോടെയാണ് ഇവിടെ പലരും ഇരിക്കുന്നത്. എഗൈൻ ഞാൻ പറഞ്ഞ ഇവിടെ 4 ഓഫ് കോയിൻസിന്റെ എനർജി കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ കുറെ പേരൊക്കെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളവരായിരിക്കാം. നമ്മുടെ ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നമുക്കൊരു ഹോപ്പ് എന്ന് പറയുന്ന സാധനത്തിന്റെ ആവശ്യമില്ല. നമ്മളെപ്പം മരിക്കുന്ന ഒരു ഐഡിയ ഇല്ലാത്തവരാ. ഉറക്കം എണീക്കോ ഇല്ലയോ എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അടുത്തൊരു സെക്കൻഡ് എന്താന്ന് പോലും അറിയാത്ത മനുഷ്യന്മാരാണ് നമ്മൾ. സോ ഹോപ്പ് എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. ആരും ഹോപ്പ് വെച്ച് നിങ്ങൾ എന്ന് ഈ ഹോപ്പ് അവസാനിപ്പിക്കണോ അന്ന് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരും.
ഹോപ്പ് വെച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഒരു ഹാപ്പിനെസ്സും നിങ്ങൾക്ക് കിട്ടൂല. അതായത് നമ്മൾ ഹോപ്പ് വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ എനിക്ക് വേണ്ടി അത് ചെയ്യും, ഇത് ചെയ്യും, എനിക്ക് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും ചിന്തിച്ചിട്ട് ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അത് കിട്ടാണ്ടാവുമ്പോൾ നിങ്ങൾ മെന്റലി ഡൗൺ ആവും, ഫിസിക്കലിയും അത് നിങ്ങളെ ബാധിക്കും. ആ ഒരു പേഴ്സൺ വന്നോട്ടെ നിന്നോട്ടെ ചെയ്തോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അതർവൈസ് നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ വിട്ട് പോവുകയും ചെയ്യും. സോ ഹോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല, ഹോപ്പ് വെച്ചിട്ടില്ലെങ്കിൽ കിട്ടണതെല്ലാം നമുക്ക് ബോണസ് പോയിന്റ് ആണ്. അങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് പോവാൻ ശ്രമിക്കാം. സോ എന്തിനാണ് ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന്, എല്ലാം ആവശ്യത്തിന് വേണം. ഒരുപാട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കിട്ടാണ്ട് വരുമ്പോൾ പല പല അപകടങ്ങളിലേക്ക് നമ്മൾ പോകണ്ടാവുക. മനസ്സിലായോ? എഗെയിൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു പോസിറ്റീവ്നെസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇത് ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് പോകണ്ടാവും. നമ്മൾ ഒരിക്കലും ഒരാളെ പിടിച്ചിരുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മളെ വേണോ, അവർ നമ്മുടെ കൂടെ നിൽക്കും. അവർക്ക് നമ്മളെ വേണ്ടേ, ഒഴിവാക്കാനായിട്ടുണ്ടല്ലോ 100 കാര്യങ്ങളുണ്ടാവും. ഒരാള് വേണമെന്ന് വിചാരിച്ച് കൂടെ നിൽക്കാൻ ഒറ്റ കാര്യം മതി, അയാൾ മരിക്കോളം കൂടെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് പോണവരെക്കാൾ നല്ലത് ഒരു കാര്യം പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ചിന്തിക്കുക. എഗെയിൻ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചിലരൊക്കെ ഉള്ളത് കഴിഞ്ഞും കൂടുതൽ എടുത്ത് തലയിൽ വെക്കാൻ ആളുകളാണ് ഇവിടുന്ന് കാണിക്കേണ്ടത്. സോ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാം ലിമിറ്റ് വെച്ച് ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ ലിമിറ്റും കഴിഞ്ഞ് റെസ്പോൺസിബിലിറ്റിയും മറ്റുള്ളവരെ സഹായിക്കണം, എല്ലാവരെയും സഹായിക്കണം, വേണ്ടെന്നല്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ എന്ന് ആദ്യം ചിന്തിച്ചിട്ട് വേണം മൂന്നാമതൊരാളെ സഹായിക്കാൻ. ഈ പറയണവരാരും നാളെ ഉണ്ടാവണം എന്നില്ല. അതിപ്പോൾ നിങ്ങളുടെ അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഒരു പരിധി കഴിയുമ്പോൾ എല്ലാവരും പോണ്ടാവും. മനസ്സിലായോ? നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹീലിംഗ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര ഓവർ ഹീൽഡാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സോളും നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ സോളിനെ ഒന്ന് ഫ്രീ ആക്കി വിടുക. എന്തിനും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. വന്നത് വരട്ടെ, എന്തായാലും നേരിട്ടേ പറ്റുള്ളൂ. ഈ പറഞ്ഞ കർമ്മയാണെങ്കിലും അടിപൊളിയാന്ന് ഞാൻ പറയുമെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് അതൊന്ന് ഫേസ് ചെയ്ത് കടന്നു പോകാന്നുള്ളത്. ഞാനൊരു 2-3 മാസം നല്ല രീതിക്ക് വെള്ളം കുടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ആ റീഡിംഗ് ഒക്കെ കാണാം. സോ ഓൾമോസ്റ്റ് ദെയർ. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഹെവി ലോഡഡ് ആയിട്ടുള്ള മൈൻഡാണ്. നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾ മൈൻഡിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിക്ക് റെസ്പോൺസിബിലിറ്റി, മീൻസ് ചിലർക്ക് ഫിനാൻഷ്യൽ ആയിരിക്കാം, ചിലർക്ക് അല്ലാതെ വീട്ടിലെ കാര്യങ്ങളായിരിക്കാം. എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യം ആർക്കുമില്ല. അവനവൻ്റെ കാര്യം നോക്കുക, അവനവനക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. 3 of Cupsന്റെ എനർജി അഗെയിൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പക്ക ക്ലിയർ. സോ എന്തുകൊണ്ടാണ് ലൈഫിൽ ആ ഒരു ബ്രേക്ക് ത്രൂ വന്നേക്കുന്നത്? അതുകൊണ്ട് ആ ഒരു എനർജി തന്നെയാണ് കറണ്ട് ഈ ഒരു ടൈമിലും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ചിലർക്കൊക്കെ ഇവിടെ സോഷ്യൽ ഗ്യാതറിങ് വരാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ നേരത്തെ നിങ്ങളുടെ കൂടെ ഉണ്ടായ കൊളീഗ്സിനെ കാണാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്ക് റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ കറണ്ട് സിറ്റുവേഷനിൽ പോസിബിൾ ആവുണ്ടാവാം. നിങ്ങളിപ്പോൾ കറന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടീസും കാര്യങ്ങളും ഉണ്ടാവാം. ചിലവർക്ക് എന്തെങ്കിലും എന്താ പറയുക വെഡിങ്ങോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണ്ടാവാം. അതായത് റെസ്പോൺസിബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓൾറെഡി നിങ്ങളുടെ ചെലവിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയോ ഫിനാൻഷ്യലി ഫണ്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഗെയിൻ 6 of Wandsന്റെ എനർജി കാണാൻ പറ്റുന്നുണ്ട്. 6 of Wandsന്റെ എനർജി വിക്ടറി കാർഡാണ്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കൺഗ്രാറ്റുലേഷൻസ്. വിക്ടറി കാർഡാണ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ ഈ അടുത്ത് തന്നെ നടന്നു കിട്ടും. മീൻസ് ഇത്രയും നാളെ സ്ട്രഗിൾ ചെയ്തത് മാറിപ്പോകണ്ടാവുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നാളെ തന്നെ ലോട്ടറി അടിക്കും അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും നിങ്ങളെ എത്രയും പെട്ടെന്ന് കോടീശ്വരന്മാരാവുന്നല്ല ഉദ്ദേശിച്ചത്. എന്തിനും ഒരു സമയവും കാലമൊക്കെ ഉണ്ട്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളെല്ലാം ഏൺ ചെയ്യേണ്ടാവാം. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫിനാൻസ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എല്ലാം സ്ലോലി നിങ്ങൾ ഗെയിൻ ചെയ്തെടുക്കും. ഓക്കെ. സോ ഇവിടെ ഒരു സക്സസിന്റെ കാർഡാണ്. കറണ്ട് എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യേണ്ടാവാം. മീൻസ് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യേണ്ടാവാം. ആ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൽ സ്റ്റോൺസ് ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തണുണ്ടാവാം. കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി ഇതാണ്. ഇനി നമുക്ക് ഫ്യൂച്ചറും കൂടി നോക്കാം റിലേഷൻഷിപ്പിൻ്റെ. എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണ്? Queen of Swords,
ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലേഡീനെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. ചിലപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആവണതാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളെ കഴിഞ്ഞും സ്ട്രോങ് ആവണതാവാം. നിങ്ങളുടെ റീയൂണിയൻ ബോട്ടം ഓഫ് ദ ഡെക്ക് കിങ് ഓഫ് ഫാൻസിന്റെ എനർജി. ഫ്യൂച്ചർ പറയാം. ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എഗെയിൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കിങ് ഓഫ് സോർഡ്സിന്റെ അല്ല ക്യൂൻ ഓഫ് സോർഡ്സിന്റെ എനർജി. നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആളുടെ വൈഫോ അല്ലെങ്കിൽ എന്താ പറയുക സിംഗിൾസ് ആണെങ്കിൽ ആ പുതിയൊരു റിലേഷൻഷിപ്പ് വായിക്കാം. ഭയങ്കര എനർജറ്റിക് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര റൂഡായിട്ടുള്ളൊരു ലേഡിയാണ് അവർ. മീൻസ് അവർ ഇമോഷൻ വെച്ചിട്ടാണ് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് എന്താ പറയുക കളിക്കേണ്ടാവുക. മനസ്സിലായോ? ആള് ഫെയർ ആണ്, നല്ല രീതിക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് ഒക്കെ ഗെയിൻ ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് ഈ പറഞ്ഞ ഡയറക്റ്റ് ആളൊന്നും ചെയ്യില്ല. ആൾ ഇമോഷൻ വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു പേഴ്സണെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിക്കേണ്ടാവാം. ആള് ഭയങ്കര ഷാർപ്പ് മൈൻഡഡ് ആണ്. ഓക്കെ, ആള് മെന്റലി നല്ല ഭയങ്കര സ്ട്രോങ് ആണ്. മെന്റലി മീൻസ് ആ ഒരു വുമണിനെ അറിയാം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ്. പക്ഷെ എന്നാൽ പോലും ആ ഒരാള് മെന്റലി സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ ഇമോഷണലി എന്താ പറയാ ആ ഒരു ഇതിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടാവും. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ വെച്ചിട്ടായിരിക്കാം ആ ഒരു ലേഡി ആ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കേണ്ടാവും. മീൻസ് നമുക്കറിയാം ലേഡീസ് എപ്പോഴും കുട്ടികളെ മുമ്പിലെടുത്തേ കളിക്കുള്ളൂ. കാരണം അവർക്കറിയാം നിങ്ങൾ അവരായിട്ട് എന്ത് ചെയ്താലും ആ ഒരു ആൾക്ക് ഏൽക്കണ്ടാവില്ല. കുട്ടികളെ വെച്ചിട്ട് എന്ത് ചെയ്താലും അത് ഏൽക്കും. സോ അങ്ങനെ ഒരു വുമന്റെ എനർജി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വുമണോ മെന്നോ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. ഞാൻ ക്യൂൻ ആയതുകൊണ്ടാണ് വുമൺ എന്ന് തന്നെ പറഞ്ഞത്. കിങ്ങും ആയിരിക്കാം. സോ അങ്ങനെ എടുക്കാം കേട്ടോ. എഗൈൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കണക്ഷൻ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഡിലേ ആണ് കാണുന്നത്. മീൻസ് ഒരുപാട് കോമ്പറ്റീഷൻ ഇതിനകത്ത് നടക്കും. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരുടെ എനർജിയാണ്. അതേപോലെ തന്നെ എന്താ പറയുക ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണ്. മീൻസ് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ കയ്യും കാലും കണ്ണും ഒക്കെ മൂടി കെട്ടി വെച്ചേക്കുന്ന അവസ്ഥയാണ്. നിങ്ങളെ വേണമെന്നുണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, പക്ഷേ ഒന്നിനും ഒരിതില്ല. ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു ക്യൂൻ ഓഫ് ഫാൻസിന്റെ എനർജിയാണ്. മീൻസ് നിങ്ങൾ ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള, മീൻസ് അത്രയും ജോജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര എനർജറ്റിക് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആൻഡ് ഇവിടെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുമ്പോൾ ഒരു സെക്സി ആ ഒരു അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നാട്ടെ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ തെറ്റിദ്ധരിക്കരുത്. ഭയങ്കര ആ ഒരു ഫീലൊക്കെ ആ ഒരു പേഴ്സണും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷനും കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ്. അതൊക്കെ നടക്കണമെന്ന് ആ ഒരു പേഴ്സൺ നല്ല രീതിക്ക് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. എഗെയിൻ 7 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. നമുക്കറിയാം ഇതൊരു എന്താ പറയാ ബെറ്ററാലിന്റെ എനർജിയാണ്. അതായത് ഈ ഒരു പേഴ്സൺ മനപ്പുറം തന്നെ നിങ്ങളെ ഗോസ്റ്റ് ചെയ്ത് പോയ വ്യക്തിയാണെങ്കിൽ ആ ഒരു പേഴ്സണ് ആ ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് ഒരു റിഗ്രറ്റ് ഗിൽട്ടൊക്കെ ഫീൽ ചെയ്യാണ്ട് സാധ്യതയുണ്ട്. നമ്മൾ ഫ്യൂച്ചറാണ് പറയുന്നത്. സോ ഇവിടെ എന്താ പറയാ ആൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി ആൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇവിടെ ചീറ്റിംഗ് എനർജി വീണ്ടും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ പോലും ആരും കണ്ണു അടച്ച് വിശ്വസിക്കാതിരിക്കുക. കാരണം ഇവിടെ ഓൾറെഡി നമ്മളിപ്പോൾ ഫ്യൂച്ചറാണ് എടുത്തത്. ഇതിനകത്ത് ചീറ്റിംഗ് എനർജി, ലൈയിങ് എനർജി, ഒരു ഹിഡൻ മാസ്ക് വെച്ചിട്ടായിരിക്കും ആൾ വരണ്ടാവും. നിങ്ങളടുത്ത് സ്നേഹം കാണിച്ചാലും അത് ഈ ഒരു ലേഡി പിന്നെയും തിരിയുമ്പോൾ ഇയാൾ നിങ്ങളെ ഇട്ടിട്ട് പോകണ്ടാവും. ഒരാൾക്ക് ഒറ്റ തവണ ചാൻസ് കൊടുക്കുക ലൈഫിൽ. എഗെയിൻ കൊടുത്താൽ മണ്ടന്മാരാവാന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നത്. സോ ചെയ്യാതിരിക്കുക. എഗെയിൻ ദ ഫുൾഡ് എനർജിയാണ് നമുക്ക് റിവേഴ്സ്ഡ് വന്നേക്കുന്നത്. അതായത് ഈ ഒരു കണക്ഷൻ ഫ്യൂച്ചറിലും ഹോൾഡ് ബാക്ക് ചെയ്യേണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയുക ഈ ഒരു പേഴ്സൺ റിസ്ക് ആയിട്ടുള്ള ഒന്നിനും നിൽക്കത്തില്ല. അതായത് ആ ഒരാളുടെ കംഫോർട്ട് സോൺ വെച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു കണക്ഷൻ ഒരുപാട് ഫെയ്ത്തും കാര്യങ്ങളും ഉള്ള ഒരു കണക്ഷനാണ്. എഗെയിൻ ഒരു റെസ്റ്റിന്റെ എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കണ്ടാവുക. മീൻസ് നിങ്ങളോട് ഇവിടെ പറയുന്നത് ഫൂൾ ആവാതിരിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ ആൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ആളുടെ ഹാർട്ട് ഇതേപോലെ നിന്ന് പിടയ്ക്കുന്നുണ്ട്. പക്ഷെ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. എന്താ പറയുക ആളൊരു ക്ലിയർ വിഷൻ വേണം നമുക്ക്. മീൻസ് ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്ഷൻ വേണം. ആ ഒരു ആക്ഷൻ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എടുക്കില്ല. ആ ഒരു ലേഡി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ഒരു മെയിൻ ഇഷ്യൂസോ കാര്യങ്ങൾ ഉണ്ടാക്കിയ പണ്ടത്തെ ചങ്കര തെങ്ങി തന്നെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു പോകണ്ടാവും. ഓക്കെ,
സോ അങ്ങനെ ഒന്നിലും ചെന്ന് ചാടാതിരിക്കുക. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിങ് ഓഫ് വാൻസിൻ്റെ എനർജി. സോ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. മീൻസ് നിങ്ങൾ നല്ല രീതിക്ക് ഈ ഒരു കണക്ഷനിൽ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൺട്രോൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ ഒരുപാട് ഈ ഒരു കണക്ഷനിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വെള്ളം തൊടാതെ പറയാം. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ പേഷ്യൻസ് പഠിച്ചിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവാം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കണക്ഷനിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായ കാര്യങ്ങൾ, ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോണത് ഇത് തന്നെയാണ്. ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ നിങ്ങൾ വീണ്ടും പറ്റിക്കേണ്ടാവും. സോ നോക്കിയും കണ്ടൊക്കെ നിൽക്കുക. എനിക്കറിയാം ഇത് ആരും ഗൈഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നെക്കാളും അറിവും വിവരവും ബുദ്ധിയും ബോധമുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും. അതുകൊണ്ട് എന്നെക്കാളും വിവരവും ഉണ്ട്, വിവേകവും ഉണ്ട്. സോ ആലോചിച്ച് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. റീഡിങ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ റീഡിങ് ആവശ്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഞാൻ പറഞ്ഞു, അനാവശ്യ മെസ്സേജ് ഒന്നും ഫോണിലേക്ക് അയക്കരുത്. ഞാൻ മാത്രമായിരിക്കില്ല ഫോൺ നോക്കണ്ടാവുക, ഹസ്ബൻഡ് ഫോൺ നോക്കണ്ടാവും. സോ താങ്ക് യു.